Hello everyone. Good morning. Good morning, Dr. Shilpa, Indira, Sethu Madhavan ma'am. Hi. Reshma Radish, Renju Saji, Reshma S. Hi. Sinju, Lata P. Sunandakumari Amma. Hi. Chaitanya. രമയമ്മ സാരി കൊടുത്ത് സുന്ദരിയായിരിക്കണം. എല്ലാവർക്കും ഹായ് ഹായ്. ഓക്കെ, നിങ്ങൾ എല്ലാ സൺഡേ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സിമ്പിൾ മാം എന്താണ് റൈസ് ആൻഡ് ഓപ്ഷൻ ഇട്ടേക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ അൺമ്യൂട്ട് ചെയ്യണോ? ഒരു സെക്കൻഡേ. ടീച്ചറിന് ഡൗട്ട് ചോദിക്കാനുള്ളവരൊക്കെ ഡൗട്ട് എഴുതി വെച്ചോളൂ. നിങ്ങളുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുള്ളവര് ഹാപ്പിനെസ് ഷെയർ ചെയ്തോളൂ. ഓക്കെ, പറയൂ. സിമ്പിൾ മാം എന്തെങ്കിലും പറയാനുണ്ടോ? എന്തിനാണ് റൈസ് ആൻഡ് ഓപ്ഷൻ ഇട്ടേക്കുന്നത്? ഓക്കെ, എനക്കൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സമയം ഒട്ടും വേസ്റ്റ് ചെയ്യുന്നില്ല. ബ്ലസ് ചെയ്യൂ ടീച്ചർ. ടീച്ചറിന്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ട്. നോയ്സ് വരുന്നു. അപ്പോ ടീച്ചറിന്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും കൂടെ ഉണ്ട്. എല്ലാവർക്കും ടീച്ചറിന്റെ ബ്ലെസ്സിങ്സ്. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമാധാനവും സന്തോഷവും ഒക്കെ നൽകി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഓക്കെ, യെസ്. രജനീയം ഹായ്. ഓക്കെ, ഇത് നമ്മള് മനസ്സിലാക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹായ് രാജ മാം. ഇത് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്ന അലൈൻമെന്റ് ആണ് അല്ലെ. അപ്പൊ അലൈൻമെന്റിനെ കുറിച്ച് ടീച്ചർ വിശദമായിട്ട് പറഞ്ഞുതരാം. അലൈൻമെന്റിൽ എത്തിയില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, നിങ്ങൾ എന്തുകൊണ്ട് അലൈൻമെന്റിലേക്ക് എത്തണം, ഇങ്ങനെയുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. പ്രിയ, ലവ് യു ടു. ഓരോരുത്തരായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പൊ ഇനി ഇച്ചിരി നേരം മെസ്സേജ് അയക്കാതെ ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുമോ? എനിക്ക് നിങ്ങൾ വന്നിരിക്കുന്ന അത്രയും സമയം നിങ്ങൾക്ക് വാല്യൂ. യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ ടുഡേ. സിമ്പിൾ മാം, താങ്ക് യു. നിങ്ങളുടെ ടീച്ചർ അല്ലേ, അപ്പൊ നിങ്ങളെ പോലെ സുന്ദരിയാകാതിരിക്കാൻ പറ്റില്ലല്ലോ. രാധിക മാം, ബ്ലെസ്സിങ്സ് ബ്ലെസ്സിങ്സ്. ഓക്കെ, ഇനി ഇച്ചിരി നേരം നമുക്ക് പഠിക്കാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ അലൈൻമെന്റിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, എന്തുകൊണ്ട് നമ്മൾ അലൈൻമെന്റിലേക്ക് എത്തണം. അപ്പോ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. എന്താണ് അലൈൻമെന്റ് അല്ലെ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അലൈൻമെന്റിൽ എത്തണം, അലൈൻമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ സൂപ്പറാണ്, അടിപൊളിയാണ്. പക്ഷെ എന്താണ് അലൈൻമെന്റ് എന്ന് വളരെ കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാവുന്ന കാര്യം ടീച്ചർ 1ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. അപ്പൊ അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ചെറിയ ഒരു കുഞ്ഞിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു 2 ആഴ്ച പ്രായമായ ഒരു കുഞ്ഞ്. അപ്പൊ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന്റെ കൂടെ അച്ഛനുണ്ടോ, അമ്മയുണ്ടോ, ബന്ധുക്കളുണ്ടോ, ആരുണ്ടോ, ഇതൊന്നും കുഞ്ഞിനെ ബോധർ ചെയ്യുന്നില്ല. കാര്യം എന്താ, ആ സമയത്ത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല. പക്ഷെ കുഞ്ഞ് ഹാപ്പിയാണ്. അപ്പൊ കുഞ്ഞ് പാൽ ആവശ്യപ്പെടുന്ന സമയത്ത് അതിന് പാല് കിട്ടുന്നു, അതിന് വേറെ ഒന്നുമില്ല. കുഞ്ഞ് ഹാപ്പിയാണ്. കുഞ്ഞ് പ്രപഞ്ചവുമായി സൃഷ്ടാവുമായിട്ട് അലൈൻമെന്റിലാണ്. നമ്മൾ കണ്ടില്ല ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഉറക്കത്തിലോളം ചിരിക്കുമ്പോൾ നമ്മൾ പറയാം, ദൈവം കുഞ്ഞിനെ കളിപ്പിക്കുന്നത്, അതാണ് കുഞ്ഞിങ്ങനെ ഹാപ്പി ആയിരിക്കുന്നതൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോ ഇതുപോലെ ശ്രദ്ധിച്ചു കേൾക്കണേ, നമുക്ക് ചുറ്റും എന്ത് സാഹചര്യങ്ങൾ നടന്നാലും, ഇനി എത്ര മോശം സാഹചര്യങ്ങളാണെങ്കിൽ പോലും ആ സാഹചര്യങ്ങളിൽ പെട്ട് നമ്മള് വിഷമിക്കുക, അതായത് മോശം സാഹചര്യം, ഭയങ്കര മോശം സാഹചര്യം, ആ സാഹചര്യങ്ങളിൽ പെട്ട് നമ്മൾ വിഷമിക്കാത്ത അവസ്ഥ. അതായത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, എത്ര മോശം സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ സന്തോഷം മറ്റൊന്നിലും ഡിപ്പെൻഡന്റ് അല്ലാത്ത അവസ്ഥ. മനസ്സിലാവും? എന്ത് വന്നാലും ഹാപ്പിനെസ്. ടീച്ചർ എപ്പോഴും പറയത്തില്ലേ, 24/7 ടീച്ചർ ഹാപ്പി ആയിരിക്കും. സിറ്റുവേഷൻസ് വരും. നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാവരുടെ ലൈഫിൽ സിറ്റുവേഷൻസ് ഒക്കെ പെർഫെക്റ്റ് ആണ്, എന്റെ ലൈഫിൽ മാത്രം എന്താണ് ഇങ്ങനെ. ചിലര് പലതരത്തിലുള്ള ഹെൽത്ത് ബ്ലെസ്സിങ്ങിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പൊ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വിചാരിക്കും, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഹെൽത്ത് ബ്ലെസ്സിങ് വന്നു,
മറ്റുള്ളവർക്ക് എത്ര ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, എന്റെ അത്രയും മോശം അവസ്ഥ ആർക്കും ഇല്ല. ചിലര് അവരവരെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. അവരവരെ തന്നെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടോ, അവർക്ക് നല്ല സാമ്പത്തികമുണ്ട്, ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യാണ്. ഞാൻ എത്ര നാളുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഈ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ക്വിറ്റ് ചെയ്യാണ്. ചിലർ എന്നോട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബിലൊക്കെ കമന്റ് ഒക്കെ വരുന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ചിലർ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷനെ ക്വിറ്റ് ചെയ്യണം, ഇതൊന്നും എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല. കാര്യം എന്താണ്? നമ്മൾ ഔട്ട് ഓഫ് അലൈൻമെന്റിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം ലോ ഓഫ് അട്രാക്ഷൻ ക്വിറ്റ് നമ്മള് ലോ ഓഫ് ഗ്രാവിറ്റി നമുക്കറിയാം. ലോ ഓഫ് ഗ്രാവിറ്റി നമ്മൾ അതിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ലോ ഓഫ് ഗ്രാവിറ്റി 24/7 വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തോണ്ടിരിക്കുക. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ ക്വിറ്റ് ചെയ്താലും എന്ത് ചെയ്താലും ലോ ഓഫ് അട്രാക്ഷൻ 24/7 വർക്ക് ചെയ്തോണ്ടിരിക്കുക. നല്ലത് ചിന്തിച്ചാൽ നമ്മുടെ ലൈഫിൽ നല്ലത് നമ്മൾ അട്രാക്ട് ചെയ്യും. പക്ഷെ മോശമാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്നില്ലേ, ക്വിറ്റ് ചെയ്യുന്നോ ഇല്ല, ഇതൊന്നും ഡസൻ മാറ്റർ. ചിലർക്ക് ഭയങ്കര ഡെസ്പറേഷൻ ആണ്. അവർ വിചാരിച്ച കാര്യം, അത് പലരും വിചാരിക്കുന്നറിയാം, ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകളൊക്കെ അവർ ചെയ്യുന്നത് അവരുടെ ലൈഫിൽ ഇന്നത് നേടാൻ വേണ്ടി ഇന്നൊരു ഗോൾ പിടിക്കും, ഈ ഒരു ലക്ഷ്യം എനിക്കത് നേടുവാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ വിശ്വസിക്കും, നേടാൻ പറ്റില്ല ഞാൻ വിശ്വസിക്കത്തില്ല. ഇങ്ങനെ നമ്മുടെ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി ഉള്ളതല്ല ലോ ഓഫ് അട്രാക്ഷൻ. നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായി മാറും. ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ ലൈഫ്. ടീച്ചർ കഴിഞ്ഞ 2 വർഷമായിട്ട് അന്ന് സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും ഡെയിലി പ്രാക്ടീസുകൾ മുടക്കാതെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇന്ന് ഇത്രയും ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം. ക്ഷമയോടെ ആര് പ്രാക്ടീസ് ചെയ്യുന്നു അവർക്ക് റിസൾട്ട് കിട്ടും. നമ്മൾ മണ്ണിനകത്തോട്ട് ഒരു വിത്ത് കൊണ്ട് പാകിയിട്ട് അടുത്ത ദിവസം അത് പിന്നെ വടവൃക്ഷമായി മാറണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പം ക്ഷമയില്ലാത്തവരാണോ ഇതൊന്നും നടക്കുന്നില്ല, ലോ ഓഫ് അട്രാക്ഷനെ പറ്റുമ്പോ ഞാനത് കളഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മള് ബിലീവ് ചെയ്യാം. അപ്പൊ നമുക്ക് ചുറ്റും എത്ര മോശം സാഹചര്യമാണെങ്കിൽ പോലും ആ സാഹചര്യത്തിൽ നമ്മള് സന്തോഷമായിരിക്കുന്ന അവസ്ഥ, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഹാപ്പിനെസ് ഹാപ്പിനെസ് ഹാപ്പിനെസ്. അപ്പൊ ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് നമ്മളെ എന്തെങ്കിലും ഒരു ലെസൺ പഠിപ്പിക്കാനായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കും, എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് വന്നു ഉടനെ നമ്മൾ അതിൽ ഡിസ്റ്റർബ്ഡ് ആയി, അയ്യോ ഞാൻ ഔട്ട് ഓഫ് അലൈൻമെന്റ് ആയി, എന്റെ സന്തോഷം എല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് അതിൽ ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഔട്ട് ഓഫ് അലൈൻമെന്റ് ആയി നമ്മൾ വിഷമിക്കുകയാണ്. ആ സാഹചര്യം ദൈവം നമ്മുടെ ലൈഫിൽ വരുത്തിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ പാഠം പഠിക്കില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട്, നിങ്ങളുമായിട്ട് അത്രയും ക്ലോസ് ആയിരുന്ന ഒരു ഫ്രണ്ടാണ്, നിങ്ങളെല്ലാം ട്രസ്റ്റ് ചെയ്ത് ആ ഫ്രണ്ടിനോട് പറയുമായിരുന്നു, ആ ഫ്രണ്ടും നിങ്ങളോട് വിശ്വസ്ത പുലർത്തിയിരുന്നു, ഭയങ്കര ക്ലോസ് ആയിരുന്നു. പക്ഷെ ഒരു ദിവസം ഒരു സിറ്റുവേഷൻ വന്നിട്ട് ആ ഒരു ഫ്രണ്ട് നിങ്ങളിൽ നിന്നും അകന്നു പോവാണ്, അതായത് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ, അതുവരെ അലൈൻമെന്റിലായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു, പക്ഷെ ആ ഫ്രണ്ട് പോയതോടുകൂടി എന്റെ സന്തോഷം പോയി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് അലൈൻമെന്റ് ആകും. പിന്നെ എപ്പോഴും അത് ആലോചിച്ച് ചിന്തിച്ച് കരഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രപഞ്ചത്തിന് അറിയാം ഏത് വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത വിജയത്തിന് ഉതകുന്നത്, ഏത് വ്യക്തികളാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് നമുക്ക് തോന്നും അവർ നമ്മളോട് ഭയങ്കര സിൻസിയർ ആണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്, അവർ കാണിക്കുന്നതൊക്കെ ഭയങ്കര സിൻസിയർ ആയിട്ടാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കുന്ന നമ്മുടെ പ്രപഞ്ചം നമ്മുടെ കൂടെയുണ്ട്. പ്രപഞ്ചം ഓരോ നിമിഷവും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്താഗതിക്ക് മാച്ച് ആകാത്ത, നമ്മുടെ സ്വഭാവത്തിന് മാച്ച് ആകാത്ത ഒരു വ്യക്തിയെയും നമ്മളിൽ കണക്ട് ആക്കി നിർത്താൻ പ്രപഞ്ചം ആഗ്രഹിക്കില്ല. ചില ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകളൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ചില ഇതുപോലുള്ള ഡീപ് ഫ്രണ്ട്ഷിപ്പിലുള്ള ആൾക്കാരൊക്കെ വിട്ടകന്ന് പോകുന്നതിൽ സാഹചര്യങ്ങളുണ്ട്, ഒഴിവായിപ്പോ അപ്പൊ ഉടനെ ഔട്ട് ഓഫ് അലൈൻമെന്റ്. അങ്ങനെ ചിന്തിക്കരുത്. കാര്യം എന്താണ്, ആ വ്യക്തി നമുക്ക് തോന്നിയതാണ് ആ വ്യക്തി പാവമാണ്, നമ്മുടെ വൈബിന് മാച്ച് ആണ്, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളുടെ അത്രയും പ്രിയപ്പെട്ടതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അവര്, നമ്മൾ പറയില്ലേ, മനസ്സിൽ ഒന്ന് വച്ചിട്ട് പുറമെ മറ്റൊന്ന് കാണിക്കുന്ന, അത് നമുക്കറിയില്ല, പക്ഷെ ആർക്കറിയാം? പ്രപഞ്ചത്തിനറിയാം. അപ്പൊ ആ വ്യക്തി നമ്മുടെ ചിന്തകൾക്കോ പ്രവർത്തിക്കോ മാച്ച് ആകുന്ന വ്യക്തിയേ അല്ല. അപ്പൊ അതുകൊണ്ട് പ്രപഞ്ചം തന്നെ, നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പോലും പ്രപഞ്ചം തന്നെ ആ വ്യക്തിയെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കളയും. അതുകൊണ്ട് അപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു പാഠം നമ്മൾ പഠിച്ചു. എന്ത് പാഠമാണ്? എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യരുത് എന്നുള്ള പാഠം. ശരിയല്ലേ? കണ്ണടച്ച് ആരെ വെളുത്തതെല്ലാം പാലാണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ.
അങ്ങനെ നമ്മൾ എല്ലാവരെയും കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ തന്നെ ചെന്ന് കുഴിയിൽ ചാടും. അപ്പോ നമ്മൾ എല്ലാവരെയും ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്യരുത് എന്നുള്ളൊരു വലിയ പാഠം നമ്മളെ പഠിപ്പിക്കാനാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത്. ആ സിറ്റുവേഷനിൽ നിന്ന് ആ പാഠം ഉൾക്കൊള്ളുക, ആ സിറ്റുവേഷനെ ബാക്കി എല്ലാം വിട്ട് കളഞ്ഞേക്കുക, അലൈൻമെന്റിലേക്ക് കയറുക, വീണ്ടും ആ ഒരു സന്തോഷത്തിൽ തന്നെ തുടരും. എന്റെ മുമ്പോട്ട് പോവുക, സ്റ്റക്കായി നിൽക്കരുത്. പലരും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ച് അതിനെ ഓർത്ത് കരഞ്ഞ് ഇന്നും വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫിലുള്ള കുറേയധികം സിറ്റുവേഷൻസിലെ കൂടെ കടന്നു പോകുന്നുണ്ട്. ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൊളീഗ്സിൽ നിന്നുള്ള കുറേയധികം പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഒരു ഉയർച്ച ഇല്ലാത്ത അവസ്ഥ, ചിലർക്ക് ജോലി കിട്ടാത്ത അവസ്ഥ, ചിലരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ, മനസ്സിനൊരു സന്തോഷവും എല്ലാം ഉണ്ട്, പക്ഷെ ഒരു ഹാപ്പിനെസ് ഇല്ല. ചിലർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ, പലതരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. ഈ പറഞ്ഞ എല്ലാ അവസ്ഥകളും ഔട്ട് ഓഫ് അലൈൻമെന്റ് പണികളാണ്. ഇതെല്ലാം ഔട്ട് ഓഫ് അലൈൻമെന്റ് ആയിരിക്കുന്നവരാണ് ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത്. അപ്പോ നമുക്ക് ജീവിതത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസം വേണം. ഇനി എനിക്ക് ഏറ്റവും നല്ല കാലം വരും. കാരണം നമ്മുടെ ചിന്തകളെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് അനുകൂലമായിട്ട് വരും. ഞാൻ കംപ്ലീറ്റ് ഈ അലൈൻമെന്റ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിൽ ഉണ്ടായാലുള്ള ഗുണം എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു കഴിഞ്ഞ 2 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് അലൈൻമെന്റ് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും പരാതി പറയുക, സ്വയം കുറ്റപ്പെടുത്തുക, ദൈവത്തോട് പറയുക, ദൈവമേ എനിക്ക് മാത്രം എന്തിങ്ങനെ, എന്റെ ജീവിതത്തിൽ മാത്രം എന്തിങ്ങനെ, എനിക്ക് മാത്രം എന്തോ ഒരു ഉയർച്ച ഉണ്ടാകാത്ത, ഞാൻ ആർക്കും ദോഷം ചെയ്യുന്നില്ല. പക്ഷെ മനസ്സ് മൊത്തം ചിന്തിക്കുന്ന ഇതാ, നമ്മൾ പുറമേ പറയും, ഓ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഞാൻ മിസ്റ്റർ പെർഫെക്റ്റ് ആണ്, മിസ്സസ് പെർഫെക്റ്റ് ആണ്, മിസ് പെർഫെക്റ്റ് ആണെന്നൊക്കെ നമ്മൾ പറയും. പുറമേ നമ്മൾ എന്ത് ബിഹേവ് ചെയ്യുന്നു, ഇറ്റ് ഡസന്റ് മാറ്റർ. നമ്മുടെ ഉള്ളിലെ ചിന്തകൾ എന്താണ്, ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. മനസ്സിലാവുന്നു? അപ്പൊ നമ്മൾ ഉള്ളിൽ എന്താണ്, സ്വയം വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആരെ പറ്റിയും കുറ്റം പറയുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആ ചിന്തകൾ, നമ്മൾ പുറമേ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഉള്ളിൽ നെഗറ്റീവ് ആണ് ചിന്തിക്കുന്നതെങ്കിൽ അതാണ് മാനിഫെസ്റ്റ് ആവുന്നത്. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. ഇനി എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നല്ല കാലമാണ് വരാൻ പോകുന്നത്, ഇനി എനിക്ക് എല്ലാം നല്ലതേ വരൂ എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. ദാറ്റ് ഈസ് അലൈൻ. ഏത് സാഹചര്യത്തിലും ഹാപ്പി ആയിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്ന അലൈൻമെന്റ് അവസ്ഥ. ഇതിൽ എത്ര പേര്, ഞാൻ ചോദിക്കുകയാണ്, 24/7 ഹാപ്പിയാണ്? എത്ര പേര് 24 മണിക്കൂറും സന്തോഷമായിരിക്കുന്നുണ്ട്? ചാറ്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ. 24/7 ഹാപ്പി ആയിരിക്കുന്നവര്. എനിക്കറിയാം, ടീച്ചറിന്റെ ക്ലാസ് പങ്കെടുത്ത് സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ, അത് ബേസിക് ക്ലാസ് ആണ്. അപ്പൊ നമ്മുടെ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ അവര് ഹാപ്പി ആയിരിക്കും. കാര്യം എന്താണ്, അവര് ടീച്ചറിനോടൊപ്പമാണ് ഇരിക്കുന്നത്. ഒരു പറഞ്ഞ ടീച്ചറിന്റെ ആ ഒരു ചിരി ഡെയിലി കണ്ടാൽ മാത്രം മതി ഞങ്ങൾക്ക് ആ ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം എന്റെ ഹൃദയത്തിൽ നിന്നാണ്, എന്റെ അനുഭവങ്ങളിൽ നിന്നാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ അവരാവർത്തിക്കാതിരിക്കാൻ എങ്ങനെ ഒരു കുടുംബം സ്വർഗമാക്കി മാറ്റാം. എന്റെ സിലബസ് എല്ലാം എന്റെ എന്താ പറയാ, എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ അത് യുണീക്കാണ്, മറ്റാർക്കും കോപ്പി ചെയ്യാൻ പറ്റാത്ത അത്രയും. അപ്പൊ നമ്മുടെ പിന്നെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസിന്റെ ഇപ്പോ ഒരു ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ആയി. അതിന്റെ അടുത്ത മാസത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നാളെ മുതലാണ്, ഏപ്രിൽ 1-ാം തീയതി മുതലാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അതിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോ ഈ മാസം 5-ാം തീയതി മീൻസ് വൈകിട്ട് 5 മണിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇനി ഈ മാസം ജോയിൻ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അടുത്ത മാസം മുതൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അഡ്മിഷൻ എടുക്കാത്തവര് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. കാര്യം വെച്ചാൽ സമയത്താണ് പലരും ഓടി വന്നിട്ട് 1 മണിക്കുള്ള ക്ലാസ് തുടങ്ങുന്നതിന് 12:30 ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വന്നിട്ട് അവർക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം, ലിങ്ക് കൊടുക്കണം. അപ്പൊ എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ ആ കുട്ടിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സുജാർ മോഹൻ അക്കാഡമി തീരുമാനിച്ചത് വൈകിട്ട് 5 മണിക്ക് അഡ്മിഷൻ ക്ലോസ് ആക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അഡ്മിഷൻ എടുക്കാത്തവരെല്ലാം നേരത്തെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. അപ്പൊ ഏപ്രിൽ 1-ാം തീയതി മുതൽ നമ്മൾ നമ്മുടെ പുതിയ സിൽവർ മെമ്പർഷിപ്പിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ടീച്ചർ എപ്പോഴും പുതിയ 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 കാര്യങ്ങൾ ഡെയിലി നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ വൈബ്രേഷണൽ തലം ഉയർത്താനായിട്ട്, നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. നിങ്ങൾക്ക്, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾക്ക് ഇനി ഏത് ഏരിയയിലാണ് ടീച്ചറിന്റെ ഹെൽപ്പ് വേണ്ടത് പറയൂ എന്ന് ചോദിക്കും അല്ലെ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, എന്റെ മുന്നിൽ അവരെ എങ്ങനെ അലൈൻമെന്റിലേക്ക് കൊണ്ടുവരും, അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. അവർക്ക് ഇപ്പൊ ഏതെങ്കിലും മോശ സാഹചര്യം ഉണ്ട്, അതിനെ മറികടക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എത്ര കൊടുത്താലും, ഐ എം ഓൾവേസ് എ ഗീവർ. ഞാനത് കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ അവിടെ എനിക്ക് എത്ര ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എത്ര മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറയുന്ന കാര്യമാണ്, ടീച്ചർ ഒരു കുഞ്ഞു ഫീസ് വെച്ചേക്കും. പലരും
പറയുന്നത് ഇത്രയും ഒരു കുഞ്ഞു ഫീസ്. കാര്യം ആ ഒരു ഫീസ് പോലും നമുക്ക്, ഞാൻ വെച്ചേക്കുന്നതിന്റെ കാര്യം, എല്ലാവരും വന്ന് പ്രാക്ടീസ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകൾ സ്വർഗങ്ങളായി മാറണം. നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സ്റ്റുഡൻസ് അവരുടെയൊക്കെ വീടുകൾ സ്വർഗങ്ങളാക്കി മാറ്റിയ ടീച്ചറെ, ഇന്ന് എന്റെ വീട് സ്വർഗം. ഞാൻ അത്രയും സങ്കടത്തിൽ കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഇന്ന് എന്റെ ഹെൽത്ത് പെർഫെക്റ്റ് ആയി, റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയി, എന്റെ കരിയറിൽ ഉയർച്ച വന്നു, ഇന്ന് എനിക്ക് നല്ല രീതിയിലുള്ള ഇൻകം വരുന്നുണ്ട്, വീട്ടിലെല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയി, എല്ലാം ഓക്കെ ടീച്ചർ, ഇന്ന് എന്റെ വീട് സ്വർഗമാണെന്ന് അവർ ആനന്ദ കണ്ണുനീർ അണിഞ്ഞുകൊണ്ട് പറയുന്ന ആ നിമിഷം, അതിലും വലുതൊന്നും എനിക്ക് ഭൂമിയിൽ കിട്ടാനില്ല. ഞാനിത് പറയുന്നത് വേറെ ഒന്നും കണ്ടല്ല, അതെന്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു. കാരണം ഞാൻ മറ്റുള്ളവർക്ക് അവരുടെ ലൈഫിൽ ആ വാല്യൂ ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രപഞ്ച ശക്തിക്ക് കൊടുത്തൊരു വാക്കുണ്ട്, എനിക്ക് എന്നെ ആ ഒരു ഹെൽത്ത് ബ്ലെസ്സിംഗ് എന്ന് മറികടക്കാൻ സഹായിച്ചാൽ ദൈവമേ, എനിക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അതെനിക്ക് ചെയ്തു കൊടുക്കണം. അപ്പൊ ഈ നിമിഷം വരെ നമ്മുടെ ഓരോ മാസവും 700-ലധികം സ്റ്റുഡൻസ് ആണ് ഓരോ മാസവും ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും പേരുടെ ലൈഫിലേക്ക് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാൻ, അത്രയും പേര് ആ ജീവിതത്തിന്റെ ആത്യന്തികമായ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ, ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാനും സഹായിക്കാൻ ടീച്ചറിന് പറ്റുന്നുണ്ട്. അതിനൊക്കെ പ്രപഞ്ച ശക്തിക്ക്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടീച്ചർ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുകയാണ്. കാരണം ആ ഒരു മിഷനിൽ എന്നോടൊപ്പം പങ്കാളി ആയിക്കൊണ്ടിരിക്കുന്നതിന്. അപ്പൊ എല്ലാ സൺഡേസിലും നിങ്ങൾക്കും അറിവുകൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടോ ഫിനാൻഷ്യലി പല കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പൊ അവർക്കും കൂടെ ഉപകാരപ്പെടണം, എന്നെ കൊണ്ട് എന്ത് ചെയ്തു തരാൻ പറ്റും, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെൽഫ്ലെസ്ലി സെർവ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പ്രപഞ്ചം എന്താ പറയാ അൺലിമിറ്റഡ് ആയിട്ട് നമ്മളെ സഹായിക്കും. ഇപ്പൊ എല്ലാവരോടും എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് നമുക്ക് എന്ത്, ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ വന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ 8-10 പേർക്കാണ് ഓരോരുത്തർ നമ്മുടെ ക്ലാസ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവരൊക്കെ വന്ന് അറ്റൻഡ് ചെയ്യുന്നു, അവരുടെ ജീവിതം മാറുന്നു, അവരുടെ റിലേഷൻഷിപ്പ് മെച്ചമാകുന്നു, അവരുടെ എല്ലാ ഏരിയാസിലും അവർക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നു. അപ്പോൾ അത്രയും പേരുടെ ലൈഫിലേക്ക് നമ്മൾ മാറ്റം കൊണ്ടുവരാണ്, വാല്യൂ ആഡ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്നെ കൂടുതൽ അലൈൻമെന്റിലാക്കുന്നത്. എനിക്ക് സന്തോഷം തരുന്ന ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. നിങ്ങളുടെ ലൈഫ് മാറണം. ഒരു ദിവസം ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അറ്റൻഡ് ചെയ്തൊരു കുട്ടിയുടെ സക്സസ് സ്റ്റോറി വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോരം സന്തോഷം തന്നു വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ കുട്ടി അത്രയും വിഷമത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന ആ കുട്ടി എന്ന ജീവിതത്തിൽ അങ്ങനെ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇന്ന് കടന്നു പോകുന്ന എത്ര മോശം അവസ്ഥയാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ മറികടന്ന് വരാൻ പറ്റും. ഞാൻ അത്രയും മോശം അവസ്ഥയിൽ നിന്നൊരു വ്യക്തിയാണ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ അലൈൻമെന്റ് എന്താന്ന് മനസ്സിലാക്കി, ബീങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് എന്താന്ന് മനസ്സിലാക്കി, നമ്മള് മൈൻഡ്ഫുൾനെസ്സിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, സ്ഥിരമായ പ്രാക്ടീസ്, കൺസിസ്റ്റൻസിയോട് കൂടിയുള്ള പ്രാക്ടീസ്, എന്ന് എന്ത് സിറ്റുവേഷൻ വന്നാലും. ഇടയ്ക്ക് വെച്ച് എന്റെ അച്ഛന് വലിയൊരു ഹെൽത്ത് ബ്ലെസ്സിങ് വന്നു, പക്ഷെ അവിടെയും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റി. എന്റെ സ്റ്റുഡൻസിന് അറിയാം, ടീച്ചർ അവരോട് പറയുമായിരുന്നു, ഇത്ര വലിയ സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടും നമ്മുടെ മനസ്സ് സ്ഥിരമായിട്ട് നിർത്താൻ പറ്റി. പഴയ ഞാനായിരുന്നെങ്കിൽ ഒരു ഇത്തിരി മതി ഇട്ടോന്ന് വിളിച്ച് നിലവിളിച്ച് കരഞ്ഞ് സിറ്റുവേഷൻ എത്ര വേസ്റ്റ് ആക്കാൻ പറ്റും അത്രയും ആക്കുമായിരുന്നു. ആരുടെയെങ്കിലും ഫാമിലി തന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകുമായിരുന്നു ഞാൻ. നമുക്കത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് സാഹചര്യത്തിലും എങ്ങനെ ഇരിക്കാൻ പറ്റണം? 24 മണിക്കൂറും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. കുറെ പേര് യെസ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, വെരി ഗുഡ്. അപ്പോ 24 മണിക്കൂറും സന്തോഷമായിരിക്കുക എന്ന് പറയുന്ന പോസിബിൾ ആണ്. സിറ്റുവേഷൻസ് എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് സന്തോഷമായിരിക്കാൻ പറ്റും. നമ്മുടെ സ്റ്റുഡൻസ് ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടീച്ചർ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. നമ്മുടെ ഹാപ്പി ജാമിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ ശരിക്കും ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. നമ്മളെല്ലാവരും ഓരോരുത്തരും പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മണി ഏൺ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഓരോരുത്തരും ഇപ്പോ ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരാണ്. ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ ഇടുന്ന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, റാറ്റ് റേസിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാ? ഹാപ്പിനെസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനമാണുള്ളത്, അല്ലെ? അപ്പോ നമ്മള് പിന്നെ ഹാപ്പി ആയിരിക്കുക, അതായത് നമുക്കൊരു ലൈഫിലെ ഒരു ചെറിയ സന്തോഷം പോലും നമ്മൾ ആഘോഷമാക്കി മാറ്റാം. ലൈഫില് പലരും വിചാരിക്കും, ഓ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളൊക്കെ എനിക്കുള്ളൂ, എനിക്ക് പ്രത്യേകിച്ച് ദൈവം വലിയ ഭാഗ്യങ്ങളൊന്നും തന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്? ശരിക്കും അൺഗ്രേറ്റ്ഫുൾ ആയ ആളുകൾക്ക്, നന്ദിയില്ലാത്തവർക്ക് പ്രപഞ്ചം നീളെ കൊടുക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നന്ദി പറയുമ്പോൾ അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അത്രയും ഡീപ്പർ ലെവലിൽ നമുക്ക് നന്ദി പറയാൻ കഴിയും.
നമ്മൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം മാജിക്കലി മാറുന്നത് നിങ്ങൾക്ക് കാണാം. ടീച്ചർ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലൊക്കെ നമ്മൾ എങ്ങനെ അലൈൻമെന്റിലേക്ക് എത്താം, ഡീപ് ജേർണി ടു ഡിവൈൻ അലൈൻമെന്റ് ആണ്. അതിങ്ങനെ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഉള്ളിൽ നിന്ന് അത്രയും ഹീലിംഗും തെറാപ്പിയും ഒക്കെ ടീച്ചർ അതിൽ തരുന്നുണ്ട്. അപ്പൊ അത്രയും ഉള്ളിൽ നിന്ന് ഹീലായി വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റിവിറ്റി റിലീസായി പോയി കഴിയുമ്പോൾ ഓരോരുത്തരും എത്തുകയാണ് ആ ഒരു പരിപൂർണമായിട്ടുള്ള ആ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിലേക്ക്. ഓക്കെ, അപ്പം നമ്മള് ചിലര് ചിന്തിക്കുന്നുണ്ടാവും ഈ 24/7 ഒക്കെ ഹാപ്പി ആയിരിക്കാൻ പറ്റുമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് കാട്ടിലോ അല്ലെങ്കിൽ സന്യാസിമാരെ പോലെ പിന്നെ മലമുകളിലോ ഒന്നും അല്ല ജീവിക്കുന്നത്. നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇത്രയും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുമോ, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തവര്. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ്, നമ്മൾ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷമായിരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഹാപ്പിനെസിന്റെ കീ കൊണ്ടുവന്ന് മറ്റൊരാളുടെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ മറ്റുള്ളവരുടെ ഒരു കളിപ്പാവയായി മാറാതിരിക്കുക. അവര് നമ്മളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിന്റെ ഉത്തുംഗത്തിൽ വിരാജിക്കുന്നു. അവര് നേരെ മറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അടുത്ത സെക്കൻഡിൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നു. ഇങ്ങനെ മറ്റുള്ളവരുടെ കയ്യിലെ ഒരു കളിപ്പാവയായി മാറാതെ എന്ത് വന്നാലും സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോ സാഹചര്യങ്ങളൊക്കെ മോശമാകും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് 24/7 ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ പറ്റുന്നത് എന്നല്ല. ആളുകൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കും, പെരുമാറും. അപ്പോഴും നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ കഴിയണം. അത് ഒറ്റ ദിവസം കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. ടീച്ചർ പറഞ്ഞു ഇന്ന് മുതൽ എന്ത് വന്നാലും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും. ഒറ്റ ദിവസം കൊണ്ട് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിനെന്ത് വേണം? നിരന്തരമായ കൺസിസ്റ്റൻസിയോടുകൂടി പ്രാക്ടീസ് ചെയ്യണം. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി മെഡിറ്റേഷൻ ചെയ്യണം. ടീച്ചർ യൂട്യൂബിൽ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ള സിമ്പിൾ മെഡിറ്റേഷന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് പതുക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു പുതിയ വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കും. പിന്നെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യും, പിന്നെ അത് ചെയ്യൂല. അതാണ് ഏറ്റവും വലിയ. എന്തുകൊണ്ടാണ് ലൈഫിൽ എല്ലാവരും വിജയിക്കാത്ത? എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് സക്സസ്ഫുൾ ആകണം. എല്ലാവർക്കും വിജയിക്കാൻ പറ്റാത്തതിന്റെ ഒറ്റ റീസൺ ഇതാണ്. ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി, ലാക്ക് ഓഫ് ക്ലാരിറ്റി. പലർക്കും അറിയില്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മളൊരു മെന്ററുടെ ഹെൽപ്പ് എടുക്കേണ്ടത്. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെന്റർ. അപ്പോ നിങ്ങൾക്ക് ആരെയാണോ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന മെന്ററുടെ ഹെൽപ്പ് എടുത്തുകൊണ്ട് ആ വ്യക്തി അവരുടെ ലൈഫിൽ അങ്ങനെ വാല്യൂസും എത്തിക്സും ഒക്കെ ഉള്ള വ്യക്തിയാണ്, അവർ അലൈൻമെന്റിലാണ്, അവരത്രയും സന്തോഷമായിട്ട് നമ്മുടെ മുന്നിൽ ജീവിച്ച് കാണിക്കുകയാണ്. നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്ത് അവരുടെ മെന്റർഷിപ്പ് എടുത്ത് നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ദിവസം ചെയ്തു, പിന്നെ ഇതെല്ലാം നിർത്തി ഇതേ കിടക്കും, നമ്മൾ ഔട്ട് ഓഫ് അലൈൻമെന്റ് ആകും. അപ്പോ നമുക്ക് നിന്നയും സ്തുതിയും ഒന്നുപോലെ എടുക്കാൻ കഴിയണം. എല്ലാവരും നമ്മളെ സ്തുതിക്കുമെന്ന് വിചാരിക്കരുത്. നമുക്കിപ്പം 100% എല്ലാ ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്ത് ഈ ഭൂമിയിൽ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. എത്ര നന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അവരെ വിമർശിക്കാൻ ആളുകളുണ്ടാവും. ശരിയല്ലേ? അപ്പൊ വിമർശിച്ചോട്ടെ. നിങ്ങൾ ആര് വേണമെങ്കിലും വിമർശിച്ചോട്ടെ, കളിയാക്കിക്കോട്ടെ, പുച്ഛിച്ചോട്ടെ, വില കുറച്ച് കണ്ടോട്ടെ, നിങ്ങളെപ്പറ്റി എന്ത് മോശം വേണമെങ്കിലും പറഞ്ഞുകൊണ്ട് നടത്തും. അവര് ചെയ്തോട്ടെ. അവര് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവർക്ക്. പക്ഷെ അതിലെല്ലാത്തിലും നമുക്ക് ആരെന്ത് ചെയ്താലും നമ്മുടെ ഹാപ്പിനെസ് ആരിലും ഡിപ്പെൻഡന്റ് ആകാതിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. മറ്റുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? നമ്മൾ അവരെ ചേഞ്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജന്മം പാഴായി പോകുന്നല്ലാതെ നമ്മുടെ ക്ലാസ്സിലേക്കൊക്കെ വന്ന് ചിലർ പോസിറ്റീവായി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? വീട്ടിലുള്ള ഓരോരുത്തരും ഇങ്ങനെ പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മാറ്റം വരണമെന്ന് അവർ ചിന്തിക്കാത്തിടത്തോളം കാലം ആർക്കും ആരെയും മാറ്റാൻ പറ്റില്ല. അവർക്ക് തോന്നുകയാണ് എനിക്കൊരു മാറ്റം വരണം, എനിക്കും എന്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായ മാറ്റം വരണം, എനിക്കും ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ഒരു ചിന്ത ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവരെ മാറ്റാൻ പറ്റൂ. നിർബന്ധിച്ച് പിടിച്ച് നമ്മൾ ഫോഴ്സ് ചെയ്ത് ആരെക്കൊണ്ടും മരത്തിൽ കയറാൻ ഇഷ്ടമല്ലാത്തവനെ നമ്മൾ ഉന്തി മരത്തിൽ കയറുന്ന പോലെ കയറ്റുന്ന പോലെ ഇരിക്കും. അവന് അത് താല്പര്യമില്ലെങ്കിൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് ഈ വ്യക്തികളും സാഹചര്യങ്ങളും ഒന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. നമ്മുടെ കയ്യിലില്ലാത്ത കാര്യത്തെ പറ്റി നമ്മൾ പറയിടാവരുത്. ഈ സിറ്റുവേഷനെയും ആൾക്കാരെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ആരാ? കമന്റ് ചെയ്യൂ. നമുക്ക് ഈ ലോകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, മാറ്റാൻ പറ്റുന്ന ഒറ്റ വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തി എന്ന് പറഞ്ഞ ആരാ? നമ്മൾ തന്നെയാണ് അല്ലെ? നമുക്ക് നമ്മളെ തന്നെയാണ് മാറ്റിയെടുക്കാൻ പറ്റുക.
ടീച്ചർ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്ത്രീകൾ ഇതിന് ഞാനൊരു ലേഡി ആയതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പുരുഷന്മാർക്ക് ഒന്നും തോന്നല്ലേ, മാമനോടൊന്നും തോന്നല്ലേ മക്കളെ, അല്ലേ? അപ്പം പിന്നെ കരിക്കിലെ ആ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തമാശക്ക് പറഞ്ഞു. അപ്പം നമ്മള് സ്ത്രീകള് എപ്പോഴും വീട്ടിലെ മഹാലക്ഷ്മിമാരാണ്. ടീച്ചർ പറയുന്ന ഒരു സെന്റൻസ് ആണ്, വീട്ടിലെ മഹാലക്ഷ്മിമാരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ നല്ല സന്തോഷത്തിലാണ്, നമ്മൾ നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഹാപ്പി ആയി തീരും. നമ്മുടെ ഭർത്താവും മക്കളും ഇൻലാസും എല്ലാവരും വീട്ടിൽ എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെതായ അവസ്ഥ. അപ്പൊ ഞാനിപ്പോ ജീവിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് 1 വർഷം 1.25 വർഷം ആകാൻ പോകുന്നു ഞങ്ങൾ ഈ വീട്ടില് താമസിക്കുന്നു. എപ്പോഴും സന്തോഷം, സമാധാനം. അത് ഈ ഒരു എന്റെ അവസാന ശ്വാസം വരെ അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. ആ ഒരു സന്തോഷത്തെ നശിപ്പിക്കാൻ ഒരിക്കലും ഞാൻ ശ്രമിക്കില്ല. അത് എന്നും അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം. എപ്പോഴും ശാന്തിയിൽ ജീവിക്കണം, എപ്പോഴും സമാധാനത്തിൽ ജീവിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തില് എപ്പോഴും സന്തോഷമായിരിക്കണം. എൻ്റെ കുടുംബത്തെ എനിക്കൊരു സ്വർഗമാക്കി മാറ്റണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് നമുക്ക് നടന്നു കിട്ടും. അപ്പൊ ഞാൻ എന്നും ചിന്തിക്കുന്ന അതാണ്. അപ്പൊ എപ്പോഴും വീട്ടില് സെലിബ്രേഷനും ആഘോഷവും സന്തോഷം സിറ്റുവേഷൻസ് ഒക്കെ വരും, നമ്മൾ അതിനകത്തോട്ട് മൈൻഡ് പോലും കൊടുക്കാറില്ല. ഐ ഡോണ്ട് കെയർ അബൌട്ട് സച്ച് തിങ്. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യുക. നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഹീൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെന്ററുടെ ഹെൽപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾ അത് ഹീൽ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയെങ്കിലേ നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നെഗറ്റീവ് ആയിരുന്ന സമയത്ത്, ഔട്ട് ഓഫ് അലൈൻമെന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് നേടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ അലൈൻമെന്റിലേക്ക് ആയപ്പോ പ്രപഞ്ചം, ഞാൻ ഈശ്വരനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ സിൽവർ മെമ്പർഷിപ്പിന്റെ ക്ലാസ് നാളെ തുടങ്ങുകയാണെന്ന് ടീച്ചർ പറഞ്ഞല്ലോ. ഞാൻ പ്രപഞ്ചത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അത്രയും ദൈവീകമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനും പ്രപഞ്ചവും തമ്മിൽ അത്ര കണക്ഷൻ. നമ്മള് പറയല്ലോ, എനിക്കൊരു അച്ഛനോട് എന്ന പോലെ അത്രയും അറ്റാച്ച്മെന്റ് ആണ് എന്റെ പ്രപഞ്ചത്തോട് ഉള്ളത്. അപ്പൊ പ്രപഞ്ച മനസ്സും എന്റെ മനസ്സും ഒന്നായിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ അത്രയും പ്യുവർ ആയിരിക്കുമ്പോൾ പ്രപഞ്ചം നമ്മളിലൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മളിലൂടെ വർക്ക് ചെയ്ത് പലരും പറയാം, ടീച്ചർ ആരാ ശരിക്കും പറ എന്ന് പറഞ്ഞ് എന്റെ സ്റ്റുഡൻസ് പറയാറുണ്ട്, ശരിക്കും പറ. അപ്പൊ ഞാൻ പറയാറുണ്ട്, മക്കളെ, ടീച്ചർ ഈസ് ഓൺലി എ മീഡിയം. ഞാനൊരു മീഡിയം മാത്രമാണ്, പ്രപഞ്ചത്തിന് വർക്ക് ചെയ്യാനുള്ള ഒരു മീഡിയം, പ്രപഞ്ചത്തിന്റെ ഒരു ടൂളായി മാറും. പ്രപഞ്ചം അന്വേഷിക്കുകയാണ് ഒരുപാട് മാലാഖമാര്. നമ്മള് ആ ഒരു മാലാഖയായി തീരണം. നമ്മൾ ഉള്ളുകൊണ്ട് അത്രയും ശുദ്ധരായി കഴിയുമ്പോൾ, ഇപ്പൊ ഓപ്ര വിൻഫ്രൈ നിങ്ങൾക്കറിയാം, സിസ്റ്റർ BK ശിവാനി നിങ്ങൾക്കറിയാം, അവരൊക്കെ ഓരോ മാലാഖമാരാണ്. അവരൊക്കെ മനുഷ്യരുടെ നന്മ ആഗ്രഹിക്കുന്ന, അവരിലൂടെ എന്തൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്തു കൊടുക്കുന്ന പ്രപഞ്ചത്തിൽ ഒരുപാട് മാലാഖമാരുണ്ട്. പ്രപഞ്ചം ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊക്കെ അങ്ങനെ ഒരു മാലാഖയായി തീരും. മാലാഖ ആകണമെങ്കിൽ മാലാഖ ഓൾവേസ് ലൈറ്റ് ആണ്, വളരെ ലൈറ്റ് ആയിരിക്കണം. അതുപോലെ മനസ്സത്രയും ശുദ്ധമായിരിക്കണം. ആരോടും അസൂയയും പകയും നിന്നയും വെറുപ്പും ഒന്നും കൊണ്ട് നടക്കാൻ പാടില്ല. ഉള്ളിൽ എന്തോ അതുപോലെ പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. മനസ്സത്രയും ശുദ്ധമായിരിക്കണം. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളും പ്രപഞ്ചവും തമ്മിൽ അലൈൻഡ് ആയി, പ്രപഞ്ചം ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഒക്കെ വ്യക്തികളിലൂടെ ഈ ലോകത്തിൽ നന്മ വരുത്തണമെന്ന്. അപ്പോ പ്രപഞ്ചത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു ടൂളായി നമ്മൾ മാറണം. ടീച്ചർ എന്നങ്ങനെ ആയി മാറിയോ അന്നാണ് പ്രപഞ്ചം എന്നിലൂടെ വർക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് നന്മ വരുത്താനായിട്ട് തുടങ്ങിയത്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അപ്പം നമ്മള് അങ്ങനെ ഒരു ടൂളായി മാറുമ്പോൾ ഈശ്വരൻ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സ്റ്റുഡൻസിന് അത്രയേറെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പ്രപഞ്ചത്തോട് പറയുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ. പ്രപഞ്ചം, യൂണിവേഴ്സ്, ഈ ക്ലാസ്സുകൾ ഞാനല്ല, ഇതെല്ലാം ഡിസൈനിങ് എന്റെ മനസ്സിൽ ഐഡിയ തോന്നിക്കുന്ന, മറ്റുള്ളവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതെല്ലാം എന്റെ കോഴ്സുകളെല്ലാം എന്നെ ഡിസൈൻ ചെയ്യാൻ സഹായിക്കുന്ന എന്റെ പ്രപഞ്ചമാണ്. അപ്പൊ പ്രപഞ്ചം എത്ര പേരെ എന്നിലൂടെ ആ മാറ്റത്തിലേക്ക്, പോസിറ്റീവായ മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, എത്ര കുടുംബങ്ങളെ എന്നിലൂടെ സ്വർഗങ്ങളാക്കി മാറ്റാൻ പ്രപഞ്ചം ആഗ്രഹിക്കുന്നു, അത്രയും പേരെ നീ എന്നിലേക്ക് കൊണ്ടുവരിക, നീ എന്നിലൂടെ പ്രവർത്തിക്കുക, അത്രയും പേർക്ക് ഹീലിംഗ് കൊടുക്കുക. പ്രപഞ്ചം എത്ര പേരായിരിക്കും? 100 പേരെയാണോ ഈ മാസം ഞാൻ അവരുടെ ലൈഫാണോ ട്രാൻസ്ഫോം ചെയ്യുന്നത് പ്രപഞ്ചം ആഗ്രഹിക്കുന്നത്? അത്രയും പേരെ എന്നിലേക്ക് കൊണ്ടുവരിക. അതല്ല 500 700 എത്ര പേരെയാണ്? പ്രപഞ്ചത്തിന് എത്ര പേരെ എന്നിലൂടെ മാറ്റം വരുത്തണോ അത്രയും പേരെ എന്നിലേക്ക് എത്തിച്ച് അവരിലൂടെ എന്നിലൂടെ അവർക്കൊക്കെ നന്മ വരുത്തുക. അതുകൊണ്ട് തന്നെ ഞാൻ പ്രപഞ്ചത്തിന്
വിട്ടുകൊടുത്തിരിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്നിലേക്ക് എത്ര പേര് വരുന്നു, ആ വരുന്ന അത്രയും പേരുടെ ലൈഫ് മാറ്റുക, അവരെ ആ ഒരു അലൈൻമെന്റിലേക്ക് എത്തിക്കുക, അവരെ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കുക, അവരുടെ വീട് ഒരു സ്വർഗമാക്കി മാറ്റുക. ഇതൊക്കെയാണ് എന്റെ ലൈഫ് പർപ്പസ്. ആ ലൈഫ് പർപ്പസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ്, എക്സ്ട്രീംലി ഹാപ്പി. സന്തോഷത്തിന് അതിരുകളില്ല എന്ന് പറയില്ല, അതാണ് അലൈൻമെന്റിലായാലുള്ള അവസ്ഥ. നമ്മളും പ്രപഞ്ചവും ഒന്നായി തീരുന്ന അവസ്ഥ, പ്രപഞ്ച മനസ്സുമായിട്ട് ഒന്നായി തീരുന്ന അവസ്ഥ. ടീച്ചറിന്റെ സ്റ്റുഡൻസ് അലൈൻമെന്റിൽ എത്തിയിട്ടുള്ളവർക്ക് അറിയാം. ചിലർക്ക് അലൈൻമെന്റിൽ എത്താൻ ഇച്ചിരി സമയമെടുക്കും. അത്രയും നമ്മൾ ഉള്ളിൽ നിന്ന് ഹീൽ ആകാണ്ടെങ്കിൽ ഡെയിലി ക്ലാസ് ആയിട്ട് പഴയ സ്റ്റുഡൻസ് ഒക്കെ ഓൾറെഡി അലൈൻമെന്റിലാണ്, പുതിയ സ്റ്റുഡൻസ് ഒക്കെ അലൈൻമെന്റിലേക്ക് എത്തിക്കൊണ്ട് ആ ജേണി കണ്ടിന്യൂ. ഒറ്റ ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒന്നും പെട്ടെന്ന് നമുക്കൊരു മാറ്റം വരും. നമ്മൾ കൺസിസ്റ്റൻസിയോടുകൂടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ അത്രയും മാറ്റം വന്ന് 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 നമ്മൾ ആ ഒരു അത്രയും ഉള്ളിൽ നിന്ന് ശുദ്ധരായി മാറും, ഹീലായി മാറുമ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ ഒക്കെയുള്ള ഉള്ളിലുള്ള നെഗറ്റീവ്സ് ഒക്കെ ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതങ്ങനെ ഹീലായി 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 നമ്മളൊരു പുതിയ വ്യക്തിയായി മാറും വിത്ത് ലോട്ട്സ് ഓഫ് പോസിറ്റിവിറ്റി. അപ്പോ എല്ലാവരും ആ ലെവലിലേക്ക് എത്തണം. പ്രപഞ്ചം നമ്മളിലൂടെ, പ്രപഞ്ചത്തിന് ഒരുപാട് മാലാഖമാരെ ആവശ്യമാണ്. നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിലെ മാലാഖമാരായി മാറണം. നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് സന്തോഷം കൊടുക്കണം. അത് സന്തോഷം കൊടുക്കണമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരുന്നെങ്കിലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മളും ഹാപ്പി ആയിരിക്കണം, മറ്റുള്ളവർക്കും ആ സന്തോഷം കൊടുക്കണം. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻസിനെ ഒന്നും ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഔട്ട് ഓഫ് അലൈൻമെന്റ് ആയിരിക്കും. നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, ആ വ്യക്തി എന്നോട് വന്ന് മാപ്പ് പറയണം എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ഓഫ് അലൈൻമെന്റ്, നമുക്ക് അലൈൻമെന്റിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോ നമ്മൾ അവരെ മാറ്റാൻ പോവാതെ നമ്മൾ നമ്മുടെ ഉള്ളില് ഹീലിംഗ് കൊടുത്ത്, നമ്മൾ എല്ലാവരോടും ക്ഷമിച്ചു കൊടുത്ത്, നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് എപ്പോഴും ആ ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ പറ്റും, അലൈൻമെന്റിൽ ഇരിക്കാൻ പറ്റും. ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, ടീച്ചറെ എന്റെ കൊച്ചിനെ കാരണമാണ് എനിക്ക് ഹാപ്പിനെസ്സിൽ അലൈൻമെന്റ് ഇരിക്കാൻ പറ്റാത്തത്. എനിക്ക് കൊച്ചെന്ത് ചെയ്തു? അല്ല, കൊച്ചിന് എത്ര വയസ്സുണ്ട്? 4 വയസ്സൊക്കെ ഉണ്ടാ, 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുഞ്ഞാണ്. ആ കുഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കുക. ചിലപ്പോ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബാലിശമായിട്ട് തോന്നും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 3 വയസ്സുള്ള കുഞ്ഞ്, ചിലർ അതിനെക്കാട്ടിയും ചെറിയ പ്രായമുള്ള കുഞ്ഞ് ചിലപ്പോൾ ചോദിക്കും, പറയും പിന്നെ 1 വയസ്സേ ഉള്ളൂ. ചിലപ്പോൾ 6 മാസമുള്ള കുഞ്ഞിനെയും പറയും അവരെന്നെ ദേഷ്യം പിടിപ്പിച്ചു, അവൻ അങ്ങനെ ആയതുകൊണ്ടല്ല, അവൾ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് സന്തോഷമായിരിക്കാൻ പറ്റാത്തത്. അപ്പൊ നിങ്ങളിൽ പലർക്കും ചെറിയ മക്കളൊക്കെ ഉള്ളവരോ കൊച്ചുമക്കളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ കുഞ്ഞുങ്ങള് കാരണമാണല്ലേ, അവര് കാരണം ഈ പിള്ളേർ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ വീട്ടിലിപ്പം ഭയങ്കര കച്ചറയാണ്, ബഹളമാണ്, വെള്ളം തട്ടിച്ചരിക്കും, സെറ്റിൽ കയറുകയും ചാടും, ടി വി ഇടും, ബഹളം വയ്ക്കും, ഓ സ്കൂളൊക്കെ തുറന്നാൽ മതി. ഇതൊക്കെ പലരുടെയും വീട്ടിലെ പാട്ടുകളായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും മാസങ്ങൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചിട്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു 2 മാസം നമ്മൾ അവരുടെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് കാണുക. നമ്മൾ ആ 2 മാസത്തെ വെക്കേഷൻ കിട്ടാൻ കൊതിച്ചിട്ടുണ്ട് ഒരു സമയത്ത് അല്ലെ. അപ്പൊ ആ മക്കളെ നമുക്ക് ഏറ്റവും സ്നേഹിക്കാൻ കിട്ടുന്ന സമയമാണ് ഈ 2 മാസം. നിങ്ങൾ മാക്സിമം സ്നേഹം, ചങ്കിൽ നിന്നുള്ള സ്നേഹം മക്കൾക്ക് കൊടുക്കണേ. നമ്മളെ മക്കള് നാളെ അങ്ങ് വലുതാവുമ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യാം, ദൈവമേ ഞാൻ അന്ന് എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചില്ലല്ലോ. അവരുടെ ആ വെക്കേഷൻ സമയത്ത് അവർക്ക് കുറെ കൂടെ ഹാപ്പിനെസ് എനിക്ക് കൊടുക്കാമായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ഇത്തവണത്തെ എന്റെ മക്കളുടെ വെക്കേഷൻ എനിക്ക് എങ്ങനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും, അവരെ എനിക്ക് എങ്ങനെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും, പിള്ളേർ കാണിക്കുന്നുണ്ട, ചിലർ പറയും ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പക്ഷെ ആ ദേഷ്യം എന്നറിയാമോ, ഈ ഹൃദയത്തിൽ നിന്ന് കാണിക്കരുത്. നമ്മൾ ദേഷ്യം അഭിനയിക്കണം. ഡേ ഞാൻ ചെയ്യും അല്ലെ പറഞ്ഞ ചിലപ്പോൾ ചെയ്ത്, ചില പിള്ളേർ ഇച്ചിരി ദേഷ്യം കാണിച്ചെങ്കിൽ അവരെ ചെയ്യും. അപ്പൊ നമ്മൾ ദേഷ്യം അഭിനയിക്കാം, മനസ്സുകൊണ്ട് ഫീൽ ചെയ്യരുത് പുറമെന്ന്. അതങ്ങ് ചെയ്തേ, അല്ലെങ്കിൽ ഇങ്ങനെ അടുക്കി വെച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ നമ്മൾ ചിരിക്കണം. അതായത് വൈറ്റ് ആങ്കർ കാണിക്കണം. നമ്മൾ തന്നെ ഉള്ളിൽ ദേഷ്യം ഇങ്ങനെ എടുത്തിട്ട് അവരോട് കിടന്ന് ചീറി കഴിയാൻ നമ്മൾ ഔട്ട് ഓഫ് അലൈൻമെന്റ് ആയി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ദേഷ്യം എങ്ങനെ കാണിക്കാതെ പുറമേ നമ്മൾ എന്ത് ചെയ്യുക, അവരോട് ദേഷ്യം അഭിനയിക്കുക, പക്ഷെ ഉള്ളിൽ നമ്മൾ ചിരിച്ചുകൊണ്ട്. അപ്പോഴെന്താണ്, നമ്മുടെ അലൈൻമെന്റ് പോത്തില്ല, നമ്മുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടുത്തില്ല. മക്കളെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റും അത്രയും സ്നേഹിച്ച് നിങ്ങൾ വളർത്തണേ. നമ്മുടെ ചങ്കിൽ അത്രയും സ്നേഹം കൊടുത്തു തന്നെ വളർത്തുക. ഇപ്പൊ അവര് പഠിക്കുന്നില്ല എന്നുള്ള പേരിലോ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങള് എന്താ പറയാ, 2 മക്കളുണ്ടെങ്കിൽ ഒരാളുടെ സ്വഭാവം നല്ലതാണ്, ഒരാളുടെ സ്വഭാവത്തിൽ കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു വേർതിരിവ് കാണിക്കരുത്. നമ്മൾ അത്രയും ടീച്ചർ പേരന്റിങ് സെഷനിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഈ പോയിന്റ് ഒന്നും കൂടെ പറഞ്ഞത്. മക്കൾ ഒരിക്കലും നിങ്ങളെ ഔട്ട് ഓഫ് അലൈൻമെന്റ് ആക്കാൻ പറ്റില്ല. നമ്മൾ ഔട്ട് ഓഫ് അലൈൻമെന്റ് ആകണം നമ്മൾ തീരുമാനിക്കാതെ ഒരിക്കലും പറ്റില്ല. നിങ്ങൾ പിള്ളേരുടെ ഒക്കെ ദേഷ്യം വരുമ്പോൾ ഓർക്കുക, ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതൊക്കെ ഔട്ട് ഓഫ് അലൈൻമെന്റ് പരിപാടികളാ, ഞങ്ങൾ ചെയ്യില്ല. ഹാപ്പിനെസ് മക്കളെ നന്നായിട്ട് സ്നേഹം കൊടുത്ത് വളർത്തുക. അപ്പൊ
ചിലരെ സംബന്ധിച്ചിടത്തോളം, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, ഞാനിപ്പോ ഇന്ന് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തൊരു കുട്ടിയുടെ അനുഭവം പറഞ്ഞില്ല. അപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലുള്ള ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള പെയിൻ, ചെറുപ്പത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിച്ചിട്ട് ചിലപ്പോൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഈ ഏതെങ്കിലും വെർബൽ അബ്യൂസോ അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസോ ഒക്കെ നേരിട്ടുള്ള ഒരുപാട് കേസുകൾ ടീച്ചറിന്റെ അടുത്ത് വരാറുണ്ട്. അവര് പറയുന്നൊരു കാര്യമാണ്, കുഞ്ഞുനാളില് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസിന് ഇടയായിട്ടുണ്ട്. അപ്പം ആ പെയിൻ ഒക്കെ ഇപ്പോഴും ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു അലൈൻമെന്റിലേക്ക്, ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഈ പറഞ്ഞ ഇന്നർ ചൈൽഡ് ഹീലിംഗും കാര്യങ്ങളൊക്കെ ടീച്ചർ നടത്തുന്നത്. അപ്പൊ ആ ഒരു ക്ലാസ് വരുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഇന്നർ ചൈൽഡ് ഹീലിംഗും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി എത്ര ശ്രമിച്ചാലും ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റാത്തവർക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പം നമ്മള് എന്ത് ചെയ്യാ, നമ്മള് ഇപ്പോ ചിലരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ചിലർക്ക് ഉള്ളിൽ ആരോടെങ്കിലും ഒക്കെ പക, വെറുപ്പ്, ദേഷ്യം, കുറ്റബോധം, ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസും കൊണ്ടാണ് നടക്കുന്നെങ്കിൽ നമ്മൾ അലൈൻമെന്റിലാണോ? അല്ല. അവിടെയൊക്കെ നമ്മൾ ഔട്ട് ഓഫ് അലൈൻമെന്റ് ആണ്. ഔട്ട് ഓഫ് അലൈൻമെന്റിലുള്ള ഒരു വ്യക്തി എങ്ങനെയായിരിക്കും? അൺഹാപ്പി ആയിരിക്കും. ഒരു സന്തോഷവും ഇല്ല, എന്തൊക്കെ ചെയ്താലും ഒരു സന്തോഷവും ഇല്ല. എപ്പോഴും ഉള്ളിലൊരു കുറ്റബോധം, അവനവനെ തന്നെ പഴിക്കുക, ദൈവത്തെ പഴിക്കുക, ജീവിതം മടുത്തു എന്നൊരു തോന്നല്, ജീവിതത്തില് എന്താ പറയാ, ജീവിതം അങ്ങ് മതിയാക്കണം എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ, ക്യാൻസൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. ഇതെല്ലാം ഔട്ട് ഓഫ് അലൈൻമെന്റ് പരിപാടികളാണ്. അപ്പൊ ഔട്ട് ഓഫ് അലൈൻമെന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ നോക്കിയേ, ഇന്നത്തെ ദിവസം മൊത്തം നമ്മൾ ഔട്ട് ഓഫ് അലൈൻമെന്റ് ആയിരുന്നു. പിള്ളേരോട് ദേഷ്യപ്പെട്ടു, ഭർത്താവിനോട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ഭാര്യയോട് ദേഷ്യപ്പെട്ടു, മനസ്സ് നിറച്ച് സംഭവിച്ചു പോയ പഴയ കുറെ കാര്യങ്ങൾ ഓർമ്മ വന്നു, ഇന്ന് എങ്ങനെയൊക്കെയോ കടന്നുപോയി. ഇന്നത്തെ ആ ഒരു ദിവസം, ഫ്യൂച്ചറിലെ ഒരു ദിവസം നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഫ്യൂച്ചറിലെ ഒരു ദിവസം അതുപോലെ മോശമായിരിക്കും. ഒരു സെക്കൻഡിന് മുമ്പേ നിങ്ങൾ ആ ഒരു അലൈൻമെന്റിലേക്ക് കടക്കണം. കാര്യം അലൈൻമെന്റിലാണ് യഥാർത്ഥ ജീവിതത്തിന്റെ സുഖമിരിക്കും. എന്താണ് അലൈൻമെന്റ് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അത് അലൈൻമെന്റിലുള്ള, ഞാനും എന്റെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ ഇതിനകത്ത് തന്നെ ഉണ്ട്, അവരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സന്തോഷം. ഇത് ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നവർ വിചാരിക്കും, ഇവർക്കൊക്കെ ഇത്രയും വലിയ സന്തോഷം കിട്ടാൻ ഇതൊക്കെ വെറുതെയാണോ എന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചില ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമുക്കത് വാക്കുകൾ കൊണ്ട് ആ സന്തോഷം എന്താണ്, ആ സുഖം എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കുള്ളൊരു ലെവൽ ഓഫ് ഹാപ്പിനെസ് ആയിരിക്കും അലൈൻമെന്റിൽ എത്തിയ ഒരു വ്യക്തിക്ക്. എന്തിനോടും സ്നേഹം, എന്തിനോടും പ്രണയം, എന്തിനോടും ഇഷ്ടം, അത്ര മനസ്സ് ശുദ്ധമാകുന്ന ഒരവസ്ഥ. ഓക്കെ. അപ്പം നമുക്ക് ഏത് സാഹചര്യം വന്നാലും പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് മാറാൻ കഴിയണം. അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ പറ്റുന്നില്ല, പലർക്കും പല പല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുത്തു പഠിക്കും. ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലൊക്കെ ടീച്ചർ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്ത് ഹാപ്പിനെസ്സിലേക്ക് എത്താം, ഇങ്ങനെ നമ്മുടെ ചിന്തകളെ മാറ്റി നമുക്ക് ആ പോസിറ്റീവ് അവസ്ഥയിലേക്ക് എത്താം. അപ്പൊ നമ്മള് ഇപ്പൊ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ അവരുടെ മനസ്സിലൊരു അസൂയ മനോഭാവം ജനിക്കുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ ചിലര് മറ്റുള്ളവരോട് കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവര് ഇപ്പോ എന്താ പറയാ, കോമ്പറ്റീറ്റേഴ്സ്, അവരുമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കും. മത്സര ബുദ്ധി, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് പറയുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം നമ്മളെ ആ അലൈൻമെന്റിൽ അല്ല എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻസ് ആണ്. ഓക്കെ. അപ്പം നമ്മൾ അലൈൻമെന്റിൽ അല്ല എങ്കിൽ നമുക്ക് നമ്മളുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. നമുക്ക് നമ്മളോട് തന്നെ അവനവനെ തന്നെ ഇഷ്ടമല്ലാത്തൊരവസ്ഥ, ഞാൻ കൊള്ളില്ല, ഞാൻ പോരാ, ഞാൻ ശരിയല്ല എന്നുള്ള ഒരു തോന്നല് നമ്മുടെ ഉള്ളില് കാണും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഇല്ലാത്ത അവസ്ഥ. നമുക്ക് അവനവനോടും നല്ല ബന്ധമില്ല, മറ്റുള്ളവരോടും നല്ല സ്ട്രോങ് റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പലരെയും വിശ്വാസമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒന്നു ചേർന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ, വീട്ടിൽ സന്തോഷമില്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ട്, ഇപ്പൊ അലൈൻമെന്റിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ എനിക്ക് എപ്പോ ഒരു ഫ്രീ ടൈം കിട്ടിയാലും എനിക്ക് നേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസസിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബീച്ച് സൈഡിൽ പോവാ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി മെഡിറ്റേഷൻ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ ഫോറസ്റ്റ് പ്ലേസിൽ പോകും. അവിടെ പോയിട്ട് അവിടെ നടക്കുക, ചെറിയ മഴയൊക്കെ പെയ്യുമ്പോൾ, ചാറ്റൽ മഴ പെയ്യുമ്പോൾ അത് നനയുക, എന്തെന്നില്ലാത്ത സന്തോഷം. ഒരു കുട്ടി, ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ചൈൽഡ്, അതിന്
പാസ്റ്റിനെ കുറിച്ചുള്ള ചിന്തയില്ല, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആശങ്കയില്ല. അത് ആ നിമിഷം ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അതാണ് ഒരു അലൈൻമെന്റിലെ അവസ്ഥ. അപ്പോൾ ടീച്ചർ ആ ഒരു അലൈൻമെന്റ് അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേരെ അലൈൻമെന്റിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ പ്രകൃതിയുമായിട്ട് നമ്മൾ നല്ല ഒരു കണക്ഷനിലേക്ക് എത്തും ഇഫ് വി ആർ ഇൻ അലൈൻമെന്റ്. ടീച്ചർ നിങ്ങൾക്ക് പറയാറുണ്ട്, ഇനി അലൈൻമെന്റിൽ എത്താൻ ആഗ്രഹിക്കുന്നവരെന്നും ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ടീച്ചർ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എടുത്ത് കാണുക. ഓരോന്നിനും നന്ദി പറഞ്ഞ് നമ്മുടെ റൂട്ട് ചക്രയൊക്കെ ഓപ്പൺ ആയി നമ്മുടെ ഹാപ്പിനെസ് വർദ്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു സന്തോഷത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോ പലർക്കും സ്ട്രെസ്സോ സ്ട്രഗിളോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ ഡിപ്രഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കണ്ട. എല്ലാവർക്കും അലൈൻമെന്റിലേക്ക് എത്താൻ പറ്റും. എല്ലാവർക്കും എത്താൻ പറ്റും. എത്ര മോശം സാഹചര്യത്തിൽ എത്രയോ പേരാന്നറിയാം ആ ഡിപ്രഷൻ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ക്ലാസ് ഇരുന്ന് ഹാപ്പിനെസ്സിലേക്ക് എത്തിയിട്ടുള്ള. സോ എവ്രി വൺ, എല്ലാവർക്കും അത് പോസിബിൾ ആണ്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഇന്നത്തെ അവസ്ഥ ഓർത്ത് ആരും വിഷമിക്കേണ്ട. അപ്പോൾ നമുക്ക് നിരവധിയായ പ്രാക്ടീസിലൂടെ നമുക്ക് ആ ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റും. ആ ഒരു അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മൾ നമ്മുടെ ലൈഫ് പർപ്പസ് ഐഡന്റിഫൈ ചെയ്ത് ആ ലൈഫ് പർപ്പസിൽ ജീവിക്കുക. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈഫ് പർപ്പസ് എന്താണെന്നറിയില്ല, ക്ലാരിറ്റി ഇല്ല. അങ്ങനെ ലൈഫ് പർപ്പസ് മനസ്സിലാക്കാത്തിടത്തോളം നമുക്കൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും. ഉള്ളിലൊരു ഫുൾഫിൽമെന്റ് ഉണ്ടാവില്ല, ഒരു നിറഞ്ഞ അവസ്ഥ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളടുത്ത് കുറച്ചു മുമ്പ് പറഞ്ഞു, ഞാൻ വളരെ കൂളാണ്, റിലാക്സ്ഡ് ആണ്. എന്റെ പ്രപഞ്ചവും ഞാനിവിടെ അത്ര കണക്റ്റഡ്. എനിക്ക് മുന്നോട്ട് പോകാനുള്ളത് ഓരോന്നും എന്റെ മനസ്സിൽ ഇൻഡ്യൂഷനായിട്ട് പറഞ്ഞു തരും. ഞാനത് ചെയ്യുന്നു, എനിക്ക് സക്സസ് കിട്ടുന്നു. ഈ 2 വർഷത്തിനുള്ളിൽ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. എന്നും മുന്നോട്ട്, എവിടെ പോയാലും സന്തോഷം, എവിടെ പോയാലും സക്സസ്. ആ ജേർണി ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആ. മനസ്സിലാവുന്നു? ടീച്ചർ അത്രയും മോശം സാഹചര്യത്തിൽ നിന്ന് കയറി വന്നൊരു വ്യക്തി. അപ്പം അലൈൻമെന്റിൽ അല്ലാതിരുന്നപ്പോ ഞാൻ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു, ജീവിതത്തില് കഷ്ടപ്പെടുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, ജീവിതത്തിന്റെ യാത്ര ഈസി ആൻഡ് എഫേർട്ട്ലെസ്. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ടീച്ചറിന് പറയാനുള്ളത് മനസ്സ് അത്രയും ശുദ്ധമാക്കി വെക്കുക. അപ്പൊ നിങ്ങളും ആ ഒരു അലൈൻമെന്റ് അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പ്രപഞ്ചം നമ്മളെ നയിക്കാൻ തുടങ്ങും. പ്രപഞ്ചം നയിക്കുമ്പോൾ നമുക്ക് പ്രപഞ്ചം ഇങ്ങനെ മനസ്സിൽ പറയും, ഇന്നത് ചെയ്യുക. നമ്മൾ അതെല്ലാം ചെയ്ത് വരുമ്പോൾ നമുക്ക് സക്സസ് കിട്ടും. അപ്പൊ പ്രപഞ്ചം നമ്മളെ നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നും നമ്മളെ തളർത്തുകയില്ല. എന്ത് സാഹചര്യം നമ്മളോട് ആരും എന്ത് കാണിച്ചാലും നമ്മളിതൊന്നും ഡിസ്ട്രാക്റ്റഡ് ആക്കില്ല. അപ്പോ നമ്മള് ആ ഒരു ലൈഫ് പർപ്പസ്, ഇപ്പൊ ടീച്ചറിന്റെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് ഇതായിരുന്നു, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക. അപ്പൊ ആ ലൈഫ് പർപ്പസ് ഐഡന്റിഫൈ ചെയ്ത് അതിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ശാന്തി, ഒരു സമാധാനം, അതിന് എത്ര വില കൊടുത്താലും നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ചിലര് പെട്ടെന്ന് ലൈഫ് കോച്ചസ് ഒക്കെ ആകാൻ വേണ്ടി എന്റെ അടുത്ത് കൊണ്ട് പറയാറുണ്ട്, എനിക്കും ലൈഫ് കോച്ച് ആകണം, എനിക്കും ഇതുപോലെ പിന്നെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് അവരോട്, നിങ്ങൾക്ക് എന്തിനാണ് ലൈഫ് കോച്ച് ആകുന്നത്? എനിക്ക് ഒത്തിരി പൈസ സമ്പാദിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈഫ് കോച്ച് ആകുന്നത്. നമ്മൾ ഈ മണി എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഹെൽപ്പ് പീപ്പിൾ, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫ് പർപ്പസ്. എങ്കിൽ മാത്രമേ പ്രപഞ്ചം നമ്മളെ തുണയ്ക്കുകയുള്ളൂ. മണി മേക്കിംഗ് ആണ് ഇന്റൻഷൻ എങ്കിൽ ആദ്യം നമ്മൾ കുറേ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തില്ല. ഈ ലോകം സത്യത്തിന്റെ ലോകമാണ്. ഈ ലോകം നന്മയുടെ ലോകമാണ്. ആരുടെ ഉള്ളിൽ ആ നന്മയുണ്ടോ അവരെന്നും നിലനിൽക്കും. പക്ഷെ കള്ളനാണയങ്ങളായിട്ടുള്ളവരെ പ്രപഞ്ചം ഒരിക്കലും വെച്ച് പൊറപ്പിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും പ്യൂരിറ്റി ഓഫ് മൈൻഡ്, എത്ര ഉള്ളിൽ നിന്നും ശുദ്ധരാകാൻ പറ്റും അത്രയും നമ്മൾ ശുദ്ധരായി മാറുക. അത്രയും നമ്മൾ നമുക്ക് പറയില്ലേ, കുറെ കാലമൊക്കെ എല്ലാരെയും പറ്റിക്കാം, എല്ലാ കാലവും എല്ലാവരെയും പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. അപ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ സുജാർ മോഹൻ എന്ന് പറഞ്ഞൊരു പേഴ്സണൽ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞ ട്രസ്റ്റ് ആണ്, വിശ്വാസമാണ്. അത് ഈ നിമിഷം വരെ നിലനിർത്തുക, അത് എന്നും നിലനിർത്തുക തന്നെ ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയണം, നമ്മളെ വിശ്വസിക്കാൻ കഴിയണം. അപ്പൊ ഈ മണി മേക്കിംഗ് ഇന്റൻഷൻ ഉള്ളവരാണ് കിടന്ന് ലൈഫ് കോച്ചായിട്ട്, ചിലപ്പോൾ അത് അവരുടെ ലൈഫ് പർപ്പസ് പോലും ആയിരിക്കില്ല, അവർ കിടന്ന് കഷ്ടപ്പെടുന്നു. ചിലർ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്നു, ആൾക്കാർക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നു, അവരെ അതിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു, കിടന്ന് കഷ്ടം. ഈ ഹാർഡ് വർക്ക് ഒന്നിന്റെയും ആവശ്യമില്ല. ഇഫ് യു ആർ ഇൻ അലൈൻമെന്റ്, ഒരു കഷ്ടപ്പാടും വേണ്ട. മനസ്സിൽ പ്രപഞ്ചം തന്നെ തോന്നിപ്പിക്കും എന്താ ചെയ്യേണ്ടത്, അത് ചെയ്താൽ മാത്രം മതി നമ്മൾ സൂപ്പർ സക്സസ്ഫുൾ. ആ ക്ഷമ വേണം. പലർക്കും ആ ഒരു ക്ഷമയിൽ എത്രയും പെട്ടെന്ന് എനിക്കെല്ലാം നേടണം, എന്തും അതിനകത്ത് ഒരു വാല്യൂവും ഒരു എത്തിക്സും ഇല്ലാതെ എനിക്കെല്ലാം ചെയ്യണം, എനിക്കെല്ലാം നേടണം, ഇത്തരത്തിലുള്ള നെഗറ്റീവ് മൈൻഡ് സെറ്റും കൊണ്ട് ഒരിക്കലും അലൈൻമെന്റിൽ ജീവിക്കാൻ പറ്റില്ല.
അലൈൻമെന്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ലൈഫ് പർപ്പസ് ഐഡന്റിഫൈ ചെയ്ത് അവരവരുടെ സോഴ്സ് എനർജിയുമായിട്ട് കണക്റ്റഡ് ആയി നിന്ന് ആ സോഴ്സ് എനർജി പറഞ്ഞു കൊടുക്കുന്ന പാത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അവർക്ക് ഭൂമിയിൽ ആരെ പേടിക്കാനാ, അല്ലെ? അപ്പൊ ഒരാളെയും നമുക്ക് പേടിക്കാതെ നമുക്ക് ജീവിതത്തിൽ സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് പർപ്പസ് ഐഡന്റിഫൈ ചെയ്ത്, അത് ഇല്ലാത്തവരാണ് ഈ പറഞ്ഞ പോലെ എംപ്റ്റിനെസ്, ഒരു ലാക്ക് ഓഫ് ഫുൾഫിൽമെന്റ്, ഒരു നിറവില്ലാത്ത അവസ്ഥ. ചിലർ പറയും ഒത്തിരി പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സന്തോഷമില്ല, ഉള്ളിലൊരു നിറവില്ലാത്ത അവസ്ഥ, ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെട്ടൊരു ഫീലിംഗ് ആയിരിക്കും അവർക്ക്. അവര് സ്പിരിച്വൽ ഡിസ്കണ്ടന്റ് ഫീൽ ചെയ്യും, ഒരു സ്പിരിച്വൽ ഒരു കണക്റ്റഡ് ആയിട്ട് തോന്നുന്നില്ല. ഇതിലിരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ പ്രപഞ്ചവുമായിട്ട് കണക്ട് ആണോ, ഞാൻ അലൈൻമെന്റിലാണോ? അലൈൻമെന്റിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ അലൈൻമെന്റിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എടുത്ത് പഠിക്കണം. നമ്മളിപ്പോ എടുക്കുന്ന ഒരു തീരുമാനമാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ ആ ഒരു അലൈൻമെന്റിലേക്ക് എത്തിക്കുക, ആ ഒരു സൂപ്പർ സക്സസിലേക്ക് നമ്മളെ എത്തിക്കുക. അപ്പൊ നമ്മൾ അലൈൻമെന്റിലാണെങ്കിൽ നമ്മളുടെ ലൈഫ് നമ്മൾ ഫുള്ളി എൻജോയ് ചെയ്യും, ജീവിതത്തെ ആസ്വദിക്കും. ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്യുമ്പോഴൊക്കെ പോയി നിന്ന് നമുക്ക് ആ ഒരു ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ആ മഴയെ എൻജോയ് ചെയ്യാനും, മഴയും അതുപോലെ തന്നെ മഴവില്ലും ഒക്കെ നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന പോലെ നമുക്ക് അത്രയും സന്തോഷം തരും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ റൂമിലിരിക്കുമ്പോൾ മഴ കാണുകയാണ്, എന്റെ ജനലിലൂടെ എങ്ങനെ ആ ചാറ്റൽ മഴ പെയ്തിറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ പോയിട്ട് കൊച്ചു കുട്ടിയുടെ ഇന്നസെൻസോട് കൂടി നോക്കി നിൽക്കും. അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിക്കും, സുജ നീ ആദ്യമായിട്ടാണോ മഴ കാണുന്നത്, മഴവില്ല് കാണുന്നത്? പക്ഷെ ഇതൊന്നും ആദ്യമായിട്ടല്ലെങ്കിൽ കൂടിയും നമ്മൾ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് അത്രയും ശുദ്ധമായിരിക്കുമ്പോഴേ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റൂ. നമ്മൾ രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ പോകുമ്പം ഈ മണ്ണ് തേച്ച ഇതുണ്ടല്ലോ, എന്താ പറയാ, കയ്യാലകളിലൊക്കെ ചെറിയ പുൽനാമ്പിന്റെ അറ്റത്ത് തുഷാരം എന്ന് പറയുന്ന ഒരു മഞ്ഞുതുള്ളി ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതിനെയൊക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കും. ഇതൊക്കെ പണ്ടേ നമ്മുടെ ചെറുപ്പം മുതലേ ഉണ്ട്, പക്ഷെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ അലൈൻമെന്റിലായിരുന്നു. ഇപ്പോഴൊക്കെയോ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളൊക്കെ ഔട്ട് ഓഫ് അലൈൻമെന്റ് ആയി. അപ്പം നമ്മള് അന്നും നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ മനസ്സിലെ കുറേയധികം പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റാതെ പോയി. ഇതൊക്കെ അന്നും ഉണ്ട്, എപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റാതെ പോയി. കാര്യം എന്താ? മനസ്സ് ശുദ്ധമല്ല. അപ്പൊ മനസ്സ് ക്ലിയർ ആക്കണം. വർഷങ്ങളായിട്ടുള്ള ഇമോഷണൽ ബാഗേജസ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. അതൊക്കെ ക്ലിയർ ആക്കാതെ നമുക്ക് ഒരിക്കലും അലൈൻമെന്റിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ ടീച്ചർ ആദ്യം ഇതെല്ലാം നിങ്ങളുടെ പഴയ ഇമോഷണൽ ബാഗേജസ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് തരുന്നത് അതുകൊണ്ട്. അത് ക്ലിയർ ആയി കഴിഞ്ഞ് തന്നെ മനസ്സ് അത്രയും ശുദ്ധമാവും. പിന്നെ നമ്മുടെ ഹീലിംഗൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത്രയും ശുദ്ധരായി കഴിഞ്ഞപ്പോ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, എന്തെന്നില്ലാത്ത ഒരു സന്തോഷം, ആ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയണം. ഇപ്പൊ ഞാനാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാറിൽ നല്ല പാട്ടൊക്കെ ഇട്ട് വെച്ച് അങ്ങ് ഡാൻസ്. കാര്യം എന്താ? എങ്ങനെ നമ്മുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കാം, എങ്ങനെ നമ്മുടെ ഹാപ്പിനെസ് കൂടുതൽ വർദ്ധിപ്പിക്കാമെന്ന് ഞാൻ ഓരോ നിമിഷവും ചിന്തിക്കുന്നത്. ബി ഇന്നസെന്റ് ലൈക്ക് എ ചൈൽഡ്. ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾ നിഷ്കളങ്കരായി മാറും. അവിടെ മാത്രമേ ഉള്ളൂ വിജയം. എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ മറ്റുള്ളവരോട് കിടന്ന് മത്സരിച്ചിട്ടോ കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് വെച്ചിട്ടോ മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ അതിൽ അസൂയ കൊണ്ട് നമ്മൾ കുറെ ഡെസ്പിറേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നും നമുക്ക് ജീവിതത്തിൽ എങ്ങും എത്താൻ പറ്റില്ല. അങ്ങനെയൊന്നും ആരും എങ്ങും എത്തിയിട്ടില്ല. അവിടെ ഒന്നും കുറെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നേടിയെന്ന് വിചാരിച്ചൊന്നും അതൊന്നും അല്ല അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, എനിക്ക് മറ്റുള്ളവരെ സെർവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അവരുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് ആ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ എത്തണം. ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ലൈഫ് പർപ്പസ് ആയിരിക്കും. ഇപ്പൊ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇതാണ് ലൈഫ് പർപ്പസ് എന്ന് അറിഞ്ഞുകൊണ്ട് വന്നൊരു വ്യക്തിയല്ല, ദൈവം അത് മനസ്സിൽ തോന്നിപ്പിച്ചു, അതിലേക്ക് എത്തി. ഇപ്പൊ നിങ്ങളുടെ ലൈഫ് പർപ്പസ് വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു നല്ല വീട്ടമ്മയായി തുടരുക എന്നുള്ളതായിരിക്കാം ചിലരുടെ ലൈഫ് പർപ്പസ്. അങ്ങനെയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി വീട് എപ്പോഴും നല്ലതാക്കിയിട്ട് ഹസ്ബൻഡിനെ മക്കളെയൊക്കെ നോക്കി നല്ല സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ്. അതാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എങ്കിൽ അത് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പൊ വേറൊരാളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു ഡോക്ടറാണ്, പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ആ ഒരു ലോകത്തിന് അങ്ങനെ ആ രീതിയിൽ ചെയ്യുമ്പോൾ അതായിരിക്കാം അവരുടെ ലൈഫ് പർപ്പസ്. അപ്പൊ അതിലാണ് അവർക്ക് സന്തോഷം കിട്ടുക. അതുകൊണ്ട് വേറൊരാളുടെ ലൈഫ് പർപ്പസിന് പുറകെ പോയാൽ നമുക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമ്മുടെ ലൈഫ് പർപ്പസ് അതാണെങ്കിൽ പ്രപഞ്ചം നമ്മൾ അതിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശുദ്ധരായിരിക്കുക. ഉള്ളില് ആ ഒരു ശുദ്ധത ഉണ്ടെങ്കിൽ അത് പുറമെ നിൽക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും. ഉള്ളില് കുറെ കാപട്യം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പുറമെ അഭിനയിച്ചതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് അഭിനയിച്ചത് കൊണ്ട് കാര്യമില്ല. ഉള്ളില് നമ്മൾ എന്താണ്, ഉള്ളിൽ നമ്മൾ അത്രയും ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ എത്തുക. അപ്പം
നമ്മൾ അതായത് ഏതൊരു സിറ്റുവേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഇരിക്കാതിരിക്കുക, ഏത് സിറ്റുവേഷൻ നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മുടെ വൈബ്രേഷണൽ തലം ഉയർത്തിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം. ഞാൻ പറഞ്ഞില്ല, ഇത് ഒറ്റ ദിവസം കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പോ നമ്മള് ഓരോ പ്രാക്ടീസിലൂടെ ഇങ്ങനെ കടന്നുപോയി മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഓരോ ദിവസം അതിലൂടെ കടന്നുപോയി നമ്മുടെ വൈബ്രേഷൻ തലം ഉയർന്ന് നിങ്ങളൊരു മെന്ററുടെ ഹെൽപ്പ് എടുത്ത് നിങ്ങളൊരു ക്ലാസ് ജോയിൻ ചെയ്ത് പതുക്കെ നിങ്ങളുടെ വൈബ്രേഷൻ തലം ഉയർത്തി നിങ്ങൾ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ മാജിക് പോലെ നമുക്ക് ആ ഒരു അലൈൻമെന്റിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ആരെയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെന്റർ, ആ മെന്ററിനെ നിങ്ങൾ സെലക്ട് ചെയ്യാം. നമ്മള് പിന്നെ ആ ഒരു പ്രാക്ടീസ് കൃത്യമായിട്ട് ചെയ്തു വരുമ്പോഴേ നമുക്കുള്ള മാറ്റങ്ങൾ വരുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ടോ ജീവിതത്തിൽ അതിനൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുക. ഇപ്പൊ ഉള്ളതിന് നന്ദി പറയുക. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ തന്നെ കൂടുതൽ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. മറ്റുള്ളവരുടെ ലൈഫ് നിങ്ങൾ നോക്കുക ചെയ്യരുത്. മറ്റുള്ളവർക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവരുടെ മൈൻഡ് പവർ കൊണ്ട് അവർ നേടിയെടുത്താൽ നമുക്ക് അതൊക്കെ നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് നമ്മൾ അതൊക്കെ നേടിയെടുക്കുക. അപ്പോൾ ടീച്ചർ നമ്മുടെ ക്ലാസ്സിൽ 30 days ചാലഞ്ച് ഒക്കെ ചെയ്യിക്കില്ലേ, നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് ഡിറ്റാച്ച് ആകുമ്പോൾ തന്നെ നമുക്ക് അത്രയും മാറ്റങ്ങൾ വരും. ഓക്കെ, എല്ലാ വ്യക്തികളെയും അക്സെപ്റ്റ് ദ പേഴ്സൺ ആസ് ദേ ആർ. അവരെങ്ങനെയാണോ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ എക്സ്പെക്ടേഷൻ വെക്കുമ്പോഴാണ് നമുക്ക് അവിടെ പ്രശ്നം വരുന്നത്. മറ്റുള്ളവർ എങ്ങനെയാണോ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ വീടുകൾ സ്വർഗങ്ങളാക്കി മാറ്റുക. അപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ചിലപ്പോൾ നമ്മുടെ ഫ്രീക്വൻസിക്ക് മാച്ച് ആകാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകും. ആരൊക്കെ പൊയ്ക്കോട്ടെ, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, എന്റെ ലൈഫിൽ സന്തോഷം ആരിലും ഡിപ്പെൻഡന്റ് അല്ല, ഒന്നിലും ഡിപ്പെൻഡന്റ് അല്ല. അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കുക. ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ അത് ഡെയിലി 10 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതുക, മെഡിറ്റേഷൻ ചെയ്യുക, ഡെയിലി ബേബി സ്റ്റെപ്സ് എടുക്കുക, ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. എന്റെ വീടിനെ സ്വർഗമാക്കി മാറ്റാൻ നിങ്ങൾ സ്വയം ചിന്തിക്കുക. അതിനുവേണ്ടി ഞാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിനുവേണ്ടി നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ പുതിയ പുസ്തകങ്ങൾ വായിക്കുകയോ, അല്ലെങ്കിൽ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുക, ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുകയോ, സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുകയോ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട്, ഇനി ആരോടെങ്കിലും ഒക്കെ ക്ഷമിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഫൊർഗീവ്നെസ് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റും. എല്ലാവരും നിങ്ങളുടെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷമാക്കി മാറ്റുക. എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അത്രയും സെലിബ്രേറ്റ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ മൊമെന്റ്സ് പോലും കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് ആഘോഷിച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി നിങ്ങളുടെ ലൈഫ് മാറ്റും. അപ്പൊ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് അലൈൻമെന്റിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്തവർക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീച്ചറുടെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ടീച്ചറുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ നമ്പർ, ഒരു മിനിറ്റ്, 9567274997 9567274997. മിനി എന്നാണ് ആ കുട്ടിയുടെ പേര്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അതില് ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്ന് 5 മണിക്ക് അതിന്റെ അഡ്മിഷൻ ക്ലോസ് ആവും. നാളെ രാവിലെ മുതലായിരിക്കും. നമുക്ക് 2 സമയങ്ങളാണുള്ളത്, ഉച്ചയ്ക്ക് 1 മണിക്കും അതുപോലെ തന്നെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടും കേട്ടോ. ഉച്ചയ്ക്ക് 1 മണിക്കും അതുപോലെ രാത്രി 9 മണിക്കുള്ള 2 ബാച്ചുകളാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ 2 സമയവും സൂട്ടബിൾ അല്ലെങ്കിൽ പഴയ വാട്സപ്പ് ക്ലാസ് ഇപ്പോൾ ഇല്ല. അതിന് പകരം നമുക്ക് ഇപ്പോ ഉള്ളത് പിന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അപ്പൊ ആ റെക്കോർഡ് ക്ലാസ്സിൽ ഞാൻ അതിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് മറ്റൊരു കോഴ്സാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആ കുട്ടിയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സൺഡേ കാണാം. ലവ് യു ആൾ. മാജിക് ഡസ്റ്റ്. ടീച്ചറിന് ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലവ് യു. ടീച്ചറമ്മേ എന്റെ ഫിനാൻഷ്യൽ ഓക്കെ, ബ്ലെസ്സിങ്സ് മക്കളെ. താങ്ക് യു. സോ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് താങ്ക് യു പറയാം. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. ബ്ലെസ്സിങ്സ്. അപ്പൊ എല്ലാവർക്കും അലൈൻമെന്റിലേക്ക് എത്താൻ കഴിയട്ടെ, ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ കഴിയട്ടെ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ട് താങ്ക് യു പറയാം. താങ്ക് യു. Thank you, teacher. Thank you so much. Thank you.